മോനെ മറക്കൂല. ഓക്കെ, ഇപ്പം ഞാൻ നിന്നെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയിൽ വരും. ഓക്കെ, പക്ഷേ വൺ ഡേ ബ്രോ, വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കൽ ഞാൻ തരാൻ പോകുന്നത്. മനസ്സിലായി? നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായി? അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും. ഞാൻ അല്ലെങ്കിൽ കർമ്മ തരും, അല്ലെങ്കിൽ അള്ള തരും. വെയിറ്റ് ചെയ്ത് നിന്നോ. അല്ല മോനെ മറക്കൂല. ഓക്കെ, ഇപ്പം ഞാൻ നിന്നെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയിൽ വരും. ഓക്കെ, പക്ഷേ വൺ ഡേ ബ്രോ, വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കൽ ഞാൻ തരാൻ പോകുന്നത്. മനസ്സിലായി? നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായി? അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും. ഞാൻ അല്ലെങ്കിൽ കർമ്മ തരും, അല്ലെങ്കിൽ അള്ള തരും. വെയിറ്റ് ചെയ്ത് നിന്നോ. അല്ല മോനെ മറക്കൂല. ഓക്കെ, ഇപ്പം ഞാൻ നിന്നെല്ലാം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം എൻ്റെ തലയിൽ വരും. ഓക്കെ, പക്ഷേ വൺ ഡേ ബ്രോ, വൺ ഡേ മരണത്തിനേക്കാളും വലിയ ശിക്ഷ നിൽക്കൽ ഞാൻ തരാൻ പോകുന്നത്. മനസ്സിലായി? നിന്നൊന്നും കൊന്നിട്ട് അങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. മനസ്സിലായി? അതിനേക്കാളും വലിയ വേദനകൾ ഞാൻ തരും. ഞാൻ അല്ലെങ്കിൽ കർമ്മ തരും, അല്ലെങ്കിൽ അള്ള തരും. വെയിറ്റ് ചെയ്ത് നിന്നോ. അല്ല മോനെ മറക്കൂല. ഓക്കെ, ഇപ്പം അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കുൽസിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തോപ്പിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. തോപ്പിയെ എല്ലാവർക്കും അറിയാമല്ലോ. വിവാദങ്ങൾ വിട്ടൊഴിയാതെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തോപ്പിയുടെ കൂടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ പലപ്പോഴും കാണാറുണ്ട്. പുള്ളിക്കാരന്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ലൈവാണ്. യൂത്ത് ആയിട്ടുള്ള പിള്ളേരൊക്കെയാണ് ഈ ഒരു പുള്ളിയുടെ ലൈവിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ തൊപ്പി വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കേട്ടിട്ട് വരാം. കാര്യങ്ങൾ ഫൈനാൻഷ്യൽ നോക്കണം. ഈ മമ്മു മണ്ഡലം ഇതിൽ ഏൽപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ഇവിടെയുള്ള ബാക്കിയുള്ള ജോലികൾ ഇതൊക്കെയാ. മനസ്സിലാ? നീ ഷഡ്ഡി ആയിട്ടാ നിന്റെ ജോലിയാണോ നായിട്ട മോനെ? നിന്റെ ജോലിയാണത്. നിന്നെ ഇത്രയും കാലം തീറ്റി പോയിട്ട് ഇത്ര പൈസ എന്നെ കൊണ്ടുപോകണം. നീ എന്നാ പറയണ. നീ ഞാൻ എന്റെ കയ്യിൽ വാങ്ങിയ പൈസന്റെ കണക്ക് നീ പറയണം. ഞാൻ കണക്ക് വെച്ചിട്ടില്ല. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. മനസ്സിലായി? ഈ ഗൂഗിൾ പേ ഉള്ളതുകൊണ്ട് ഇതിന്റെ കണക്ക് കിട്ടി. ഈ 2 അക്കൗണ്ട് കണക്ക് കിട്ടി. വേറെ അക്കൗണ്ട് കണക്ക് കിട്ടിയില്ല. അത് കിട്ടണം. ഞാൻ കയ്യിൽ നിൽക്ക് തന്നതിന്റെ കണക്ക് നിനക്ക് പറയാൻ പറ്റൂടാ ലൈവില്. കുറച്ചേലും നാണം മാനോണ്ടി പറയാം. അപ്പൊ ഇവിടെ തൊപ്പിയുടെ കൂടെ ചങ്കായിട്ടുള്ള 2 കുട്ടികൾ, ആ കുട്ടികളും പറയുന്ന തൊപ്പിയുമായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ പിള്ളേരും ഒട്ടും മോശമൊന്നുമല്ല. തെറ്റി പിരിയുന്നതിന് മുമ്പായിട്ട് തൊപ്പിയെ കുറിച്ചിട്ട് ചില പരാമർശങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ തൊപ്പിയെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതായത് തൊപ്പി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ അത്രയധികം സ്നേഹത്തോടു കൂടിയാണ് നോക്കിയത്, സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെയാണ് കണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊപ്പി ഈ പിള്ളേരെ കൊണ്ട് ഈ വസ്ത്രം കഴുകിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് മറുപടിയായിട്ട് തൊപ്പി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിർത്തി ഞാൻ ചെലവിനും കൊടുത്ത് ഞാൻ നോക്കുന്ന പിള്ളേർക്ക് ഇപ്പൊ എന്റെ ഡ്രസ്സ് ഇത്തിരി ഒന്ന് അലക്കി തന്നാൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ എന്റെ സോക്സ് ആയാലും നമ്മുടെ ഒരു വസ്ത്രം അലക്കാൻ കൊടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നമ്മുടെ സോക്സ് ഉണ്ടാവാം, ഷെഡ് ഉണ്ടാവാം, ഷർട്ട് ഉണ്ടാവാം, ചിലപ്പോൾ എല്ലാം ഉണ്ടാവാം എന്ന് കരുതിയിട്ട് അതൊക്കെ ഒരു വിഷയമാക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഈ ഒരു പുള്ളിക്കാരൻ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അരകല്ലിന്റെ മൂട്ടി കൊണ്ടുവച്ചിട്ടൊന്നും അല്ല തുണികൾ അലക്കുന്നത്. ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു വാഷിംഗ് മെഷീനിലോട്ട് ഇട്ടിട്ട് സ്വിച്ച് അടിച്ചാൽ മാത്രം മതി, അല്ലാണ്ട് അതിൽ വേറെ കഥയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തൊപ്പി കുറച്ച് ന്യായീകരണങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേൽ കിടക്കാന്നല്ലേ. അവര് ഉറ്റ മിത്രമായതുകൊണ്ടാവാം അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ ചെയ്യിപ്പിക്കാനായിട്ട് ഇരുന്നിട്ടുള്ളതും. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും നമ്മളിപ്പോ ഒരാളുടെ ആദായം പറ്റുകയാണെങ്കിൽ നമ്മൾ അവർ പറയുന്നതൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പൊ എനിക്ക് ബോധം ഉണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കണം, എനിക്ക് അവന്റെ കൂടെ നിൽക്കണ്ട, എനിക്ക് ആ ജോലികളൊക്കെ ചെയ്യാൻ പറ്റില്ല എങ്കിൽ എനിക്ക് അയാളുടെ കൂടെ നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും അയാളുടെ അടുത്ത് പോയി നിന്നിട്ട് അയാൾ പറയുന്ന ജോലിയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ അതിനെ പറ്റിയിട്ട് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സംസാരിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അപ്പൊ എന്തായാലും തൊപ്പി വളരെയധികം നിരാശയിലാണ്. പുള്ളിക്കാരൻ ഭയങ്കര ടെൻഷനിലാണ്. പുള്ളിക്കാരനെ കള്ളപ്പേര് കേൾപ്പിച്ചു എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. പുള്ളിക്കാരന്റെ കൂടെ ഇത്രയും നാളിരുന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പോലും ഒന്നും കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് വേറെ ചേർത്തെ മറ്റേ ഫോൺ നിർത്തുക. അതിന്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്നിക്കണം. അപ്പൊ ഇവിടെ നമ്മുടെ തൊപ്പി കാണിച്ചിട്ടുള്ള ഒരു പൂർവ്വ പരിപാടിയുണ്ട്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാക്സിമം നമുക്കത് പറഞ്ഞു തീർക്കാനായിട്ട് നോക്കണം. അല്ലാണ്ട് കുൽസിതങ്ങളൊക്കെ വന്നിട്ട് എന്താ പറയുന്നത് യൂട്യൂബിലൊക്കെ കൊണ്ടുവന്ന് ഇടുമ്പോൾ അത് വളരെ മോശപ്പെട്ട കാര്യം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നമുക്ക് പലരോടും പല തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടാവാം, അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവാം. ശരിക്കും മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലുള്ള യൂത്തിന്റെയൊക്കെ വീഡിയോ കൂടുതലായിട്ടും കാണുന്നതെന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള പിള്ളേർക്ക് കാണാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോൾ നിങ്ങൾ കുറച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കുട്ടികൾ ഇതെല്ലാം കാണുന്നുള്ള ഒരു ബോധം കുറച്ചെങ്കിലും ഒന്നും ഉണ്ടാവേണ്ടതാണ്. കാരണം നിങ്ങൾ കുട്ടിയൊന്നും അല്ലല്ലോ, നിങ്ങൾക്ക് അത്യാവശ്യം ഏജൊക്കെ ഉള്ള ആളാണല്ലോ. അപ്പോൾ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവ് ആദ്യം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും താൻ ചെയ്ത ആ ഒരു പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ തന്റെ സുഹൃത്തുക്കൾ തന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാവാം, തന്നെ മോശക്കാരനാക്കിയിട്ടുണ്ടാവാം, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ താങ്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ നേരിട്ട് ചോദ്യം ചെയ്യാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാം. എന്നല്ലാണ്ട് മാന്യത കെട്ട ഇത്തരം പ്രവൃത്തികൾ കാണിക്കുന്നതിനോട് ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി അപരാധങ്ങൾ കാണിക്കുമ്പോൾ അത് എന്തുമാത്രം ആളുകൾ കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടേ? നാളെ സമയം ആ ഒരു പയ്യൻ കയറി സൂയിസൈഡ്
വൃത്തികേട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പയ്യന്റെ വീട്ടുകാർക്ക് ഇല്ലാതെ പോകും, അല്ലാതെ മറ്റൊന്നുമില്ല. 2 പയ്യന്മാരുടെ ജീവിതം വെച്ചിട്ടാണ് ഇപ്പൊ തൊപ്പി കളിച്ചിരിക്കുന്നത്. എന്തായാലും അതിനെ ന്യായീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം തൊപ്പിയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് കൂടുതലും. അപ്പൊ അത്തരക്കാര് തൊപ്പിയെ ന്യായീകരിക്കും. പക്ഷേ ഈ ഒരു കാണിച്ച പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരുടെ ലൈഫിന്റെ പ്രശ്നമാണത്. അപ്പൊ അത് ചെയ്തത് തെറ്റ് തന്നെയാണ്. അത് മാത്രമല്ല, ഈ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള അപരാധങ്ങളൊക്കെ കാണിക്കുമ്പോൾ അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരൊക്കെ ഇത് കാണുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാവണ്ടേ? ആ കുട്ടികളൊക്കെ ഇമാതിരി തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുമോ? അപ്പൊ എന്തായാലും അത് മാത്രമല്ല, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ പറ്റിയിട്ട് പുള്ളിക്കാരൻ വന്നിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് പുള്ളി ഡ്രഗ്സ് ഉപയോഗിക്കും എന്നല്ല പറഞ്ഞത്, പുള്ളിയുടെ ഒരു ഫ്രണ്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ഡ്രഗ്സ് ഉപയോഗിക്കും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറയുന്നു. അങ്ങനെ ചലഞ്ച് ഒക്കെ ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ. അപ്പോൾ ഇവിടെ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാണെങ്കിൽ നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് തൊപ്പിയുടെ ഈ ഒരു ഡയലോഗൊക്കെ കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പിള്ളേർ പെട്ടുപോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ഒരിക്കലും നമ്മൾ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. ഇങ്ങനെയുള്ള ലഹരികളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലത് എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ എന്നാൽ പോലും സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് ഇത്തരത്തിൽ ലഹരിയെ കുറിച്ചിട്ടാണെങ്കിലും ഇതുപോലുള്ള കുൽസിത കഥകളെ കുറിച്ചിട്ടാണെങ്കിലും പറയുമ്പോൾ അത് വളരെ നിലവാരം താന്നു പോകുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇനി താങ്കൾ ഇവിടെ വന്നിരുന്നിട്ട് നിലവാരം താന്ന വർത്തമാനം പറഞ്ഞതിലും പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ ആ ഒരു എന്താ പറയുന്ന ആ ഒരു വീഡിയോ എടുത്തു വെച്ചതൊക്കെ താങ്കൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ട് എല്ലാവരെയും കാണിച്ചതൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ഒരിക്കലും അതൊന്നും സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ കുറച്ചധികം ആളുകളുണ്ട്, ഒരു വിവരവും വെള്ളിയാഴ്ചയും തലയിൽ ഇല്ലാത്ത കുറച്ചെണ്ണം ഉണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് ക്ലാപ്പ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ക്ലാപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഒരു വ്യക്തിയുടെയും ജീവിതം വെച്ച് കളിക്കാനായിട്ട് ആർക്കും ഒരു അവകാശവും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശയപരമായിട്ട് പറയാം. അത് അല്ലാതെ മറ്റൊരാളുടെ സെക്ഷൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ചാനലിൽ കൊണ്ടുവന്ന് ഇടുമ്പോൾ അത് സമൂഹത്തിന് തന്നെ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അപ്പൊ എന്തായാലും കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. എന്തായാലും കുറെ വാണങ്ങൾ കാരണം സോഷ്യൽ മീഡിയ കടന്ന് നാറുകയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.